13-ാം നൂറ്റാണ്ടിൽ അങ്ങ് വടക്കൊരു ഗ്രാമത്തിൽ, വടക്കെന്ന് വെച്ചാൽ നോർത്ത് സൈഡിൽ കേട്ടോ, നോർത്ത് സൈഡിൽ സലീം സിംഗ് എന്ന പേരിലൊരു ടാക്സ് കളക്ടർ ഉണ്ടായിരുന്നു. ടാക്സ് കളക്ടർ പറഞ്ഞാൽ ഒന്നുമില്ല, അയാൾ ഈ നികുതി പണമൊക്കെ മേടിക്കുന്ന ഒരു ചങ്ങായി. അതേ ഗ്രാമത്തിലൊരു ഗ്രാമമുഖ്യ ഉണ്ടായിരുന്നു. ആ ഗ്രാമമുഖ്യന് ഒരു മകളുണ്ടായിരുന്നു, ഒരു സുന്ദരി പെണ്ണ്. ആ മകളുടെ മേൽ സലീമിനൊരു കണ്ണ്. പെണ്ണിനെ തന്നില്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ആപ്പീസ് കൂട്ടുന്ന ഭീഷണിപ്പെടുത്തി പോയ സലീം തിരിച്ചു വന്നത് പിറ്റേ ദിവസമായിരുന്നു. ഗ്രാമത്തിൽ വന്ന അയാൾ ആകെ അന്തം വിട്ടു ഗൈസ്. കാരണം ആ ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ്റെ കുട്ടി പോലും ഉണ്ടാകുന്നില്ല. അയാളാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് കുറേ വീടൊക്കെ കയറി നോക്കി. ആ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യനെ കാണാതായപ്പോൾ ആൾക്ക് കൂടുതൽ തലയ്ക്ക് ഭ്രാന്തായി. അയാൾ ഉറക്കലറിക്കൊണ്ട് അടുത്ത് കണ്ടൊരു തൂണിൻ്റെ മുകളിലേക്ക് ആഞ്ഞിടിച്ചു. വലിയ കെട്ടുറപ്പൊന്നുമില്ലാതെ തൂണിൻ്റെ മുകളിൽ നിന്നിരുന്ന ഒരു ബോർഡ് ഇളകാനുള്ള മണ്ടയ്ക്ക് വീണു. ആ ബോർഡിൻ്റെ മുകളിൽ ആ ഗ്രാമത്തിൻ്റെ പേര് എഴുതിയിരുന്നു. വേറൊന്നുമല്ല, കുൽധാര. കുൽധാര രാജസ്ഥാനിലെ ജയ്സാൽമറിലെ ഒരു ഗ്രാമമായിരുന്നു ഗൈസ്. ഏതാണ്ട് 1000-ഓളം പളിവാൾ ബ്രാഹ്മണന്മാരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. തലയ്ക്ക് ഭ്രാന്ത് മൂത്ത സലീം നടന്ന കാര്യങ്ങളെല്ലാം കണ്ടവരോടൊക്കെ പറഞ്ഞു. 1-2 ആളെ കാണല്ലെന്ന് പറഞ്ഞ് വിശ്വസിച്ചേനെ. 1000 പേരേ, എന്തൊട്ട് തള്ളണ്ടത്. കേട്ടവരൊക്കെ സലീമിനെ കളിയാക്കി. അങ്ങനെ സംശയമുള്ളവന്മാരെല്ലാം കൂടിയിട്ട് ഗ്രാമത്തിൽ പോയി നോക്കി. സലീം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ അവന്മാർ സലീം പറഞ്ഞ കഥയും അവന്മാരുടെ കഥയെല്ലാം കൂടി ഒരു 10-20 കഥയായിട്ട് അങ്ങ് അടിച്ചിറക്കി. കുൽധാരയിൽ പ്രേതമുണ്ട്, പിശാചുണ്ട്, അന്യഗ്രഹ ജീവികളുണ്ടെന്ന് വരെ അവന്മാർ പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് തന്നെ കുൽധാര ഇന്ത്യയുടെ സ്വന്തം പ്രേത നഗരമായിട്ട് മാറി. പ്രേതനഗര, ഭൂതനഗര എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. സംഭവം നെഗറ്റീവാണെങ്കിലും കുൽധാരയ്ക്ക് ഇൻ്റർനെറ്റിൽ കൂടെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ആവുന്നതിൻ്റെ സന്തോഷത്തിലാണ് രാജസ്ഥാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ വർഷം തോറും 1000-കണക്കിന് ഇല്ലെങ്കിൽ 10,000-കണക്കിന് ആൾക്കാരാണ് കുൽധാര കാണാനായിട്ട് രാജസ്ഥാനിൽ എത്തണത്രേ. ഇത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്, നമുക്ക് പോയാലോ?